ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വ്രതശുദ്ധിയുടെ 50 ദിവസത്തെ യാത്രയിലാണ് നാം. അവൻ്റെ സഹനത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ മധ്യേ, ദേവാലയത്തിൻ്റെ മധ്യേ ജയകര ശ്ലീബ നമ്മുടെ മുമ്പിൽ ഉയർത്തി നാട്ടുന്ന ദിനം. ആരാധനയിൽ ഈ ശ്ലീബായെ ഉപമിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ സർപ്പദംശനമേറ്റവർക്ക് മരണം വരാതെ ഇരിക്കത്തക്കവണ്ണം ഉയർത്തിനാട്ടിയ പിച്ചള സർപ്പത്തോടാണ്. വിവിധ തരത്തിലുള്ള പാപദംശനമേറ്റവരാണ് നാം ഓരോരുത്തരും. പാപദംശനത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ശ്ലീബായിൽ അഭയം പ്രാപിക്കുകയും നോക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ആ കർത്താവിൻ്റെ ശ്ലീബ ഇഹലോക ജീവിതത്തിൽ മാത്രമല്ല, നിത്യ ലോകത്തിലേക്കുള്ള വഴിയും പാതയുമാണ് എന്ന് വലിയ വെള്ളിയാഴ്ച ആരാധനാക്രമത്തിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ രക്ഷാകര ശ്ലീബ ഈ ലോകത്തിൽ നിന്ന് നിത്യലോകത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് സങ്കേതമായി ഭവിക്കും. ആ ശ്ലീബായുടെ തണലിൽ നമുക്ക് അഭയം പ്രാപിക്കാം. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെയും നമുക്ക് സ്മരിക്കുവാൻ സാധിക്കണം. പരിശുദ്ധമായ മാമോദീസായിലൂടെ ശ്ലീബായുടെ അടയാളത്താൽ ശുദ്ധീകരിക്കപ്പെട്ട നമ്മുടെ ശരീരത്തിനും പരിശുദ്ധ ശ്ലീബായാൽ രക്ഷ പ്രാപിക്കപ്പെട്ട ഒരനുഭവം ലഭിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.